2012 മാർച്ച് 24-നാണ് കാസർഗോഡ് ജില്ലയിൽ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നതിന് സർക്കാർ ഉത്തരവിറക്കിയത്. ബദിയടുക്ക പഞ്ചായത്തിലെ ഉക്കിനടുക്കയിൽ കോളേജിനായി 62.37 ഏക്കർ റവന്യൂ ഭൂമി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന് കൈമാറിയിട്ടും വർഷങ്ങളായി. 2 വർഷത്തിനുള്ളിൽ ആദ്യഘട്ടം ആരംഭിക്കാനായിരുന്നു പദ്ധതി. എന്നാൽ ഉത്തരവിറക്കിയിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടും മെഡിക്കൽ കോളേജിന് തറക്കല്ലിടൽ പോലും നടന്നിട്ടില്ല. കഴിഞ്ഞ ജൂലൈ 30-ന് മുഖ്യമന്ത്രിയെക്കൊണ്ട് തറക്കല്ലിടാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം മാറ്റിവെച്ചു. മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ തീയതി പോലും തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ കോളേജ് കാസർഗോഡ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രോഗികളുടെ എണ്ണം, മംഗലാപുരത്തേക്കുള്ള രോഗികളുടെ എണ്ണം കുറഞ്ഞു കിട്ടും എന്നുള്ള ഭയമായിരിക്കാം മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിന് മംഗലാപുരത്തെ ലോബി അല്ലെങ്കിൽ മെഡിക്കൽ ലോബി ഇതിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത സൃഷ്ടിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. വിപുലമായ പദ്ധതികളാണ് മെഡിക്കൽ കോളേജിനായി വിഭാവനം ചെയ്തിരുന്നത്. ചെർക്കളയിൽ നിന്നും ഉക്കിനടുക്കയിലേക്ക് 4 വരിപ്പാത, കോളേജിന്റെ ആവശ്യത്തിനായി 6 കോടി രൂപയുടെ കുടിവെള്ള പദ്ധതി, മെഡിക്കൽ കോളേജിനു പുറമെ 100 കിടക്കകളുള്ള പ്രത്യേക ആശുപത്രി, ലൈബ്രറി, കളിസ്ഥലം, ഓഡിറ്റോറിയം, ക്വാർട്ടേഴ്സ് തുടങ്ങിയ അനുബന്ധ സൗകര്യങ്ങൾ കൂടി പദ്ധതിയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. നിലവിൽ വിദഗ്ധ ചികിത്സയ്ക്ക് സംവിധാനമില്ലാത്ത കാസർകോട്ടെ ജനങ്ങൾ മംഗലാപുരത്തെ ആശുപത്രിയെയാണ് ആശ്രയിക്കുന്നത്. മെഡിക്കൽ കോളേജ് വരുന്നതോടെ ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർ ഉൾപ്പെടെയുള്ള രോഗികൾക്ക് ഏറെ ആശ്വാസമായി.